ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ അടുക്കളയിൽ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് മിക്കവർക്കും ഇത് അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു 300 ഗ്രാമോളം മത്തങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ തൊണ്ടെല്ലാം നല്ലോണം ചെത്തിക്കളയണം. ചെറിയ ക്യൂബിക്കൽ ഷേപ്പിലാണ് ഇത് കണ്ടിച്ചെടുക്കുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കറിയാണ്. വളരെ ടേസ്റ്റിയുമായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മൊത്തം അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ വേണം, 2 പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം സവാള വേണം, ജീരകം വേണം, പിന്നെ 2 വറ്റൽമുളക്, കരിവേപ്പില, അത്യാവശ്യം 2 ടീസ്പൂൺ എണ്ണ, ഇതൊക്കെയാണ് വേണ്ടത്. ഈ മത്തങ്ങ ഇങ്ങനെ ഇവിടെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മത്തങ്ങ കുറച്ച് ഹാർഡായിട്ടുള്ള മത്തങ്ങയായിരുന്നു. അത് കാരണം ഇത് കുക്കറിൽ വേവിക്കുകയാണ്. നോർമൽ നല്ല കിളുന്ത് മത്തങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ചാലും വേഗം വെന്ത് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ അല്പം മുളക് പൊടി ഇടുക, പിന്നെ അല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം 2 പച്ചമുളക് ഇട്ടാൽ മതിയായിരിക്കും. 2 പച്ചമുളക് ഇട്ട ശേഷം നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ അടിക്കുന്നവരെ വേവിച്ചാൽ മതിയാവും. ഒറ്റ വിസില്. നല്ല കിളുന്ത് മത്തങ്ങയാണെങ്കിൽ നമുക്കിത് സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ചാലും മതി. ഈ പ്രോസസ്സ് നമുക്കൊരു പാത്രത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. മത്തങ്ങ ഇപ്പോൾ അടച്ചു വെച്ചു. 1 മിനിറ്റ് കഴിയുമ്പോൾ 1 വിസിൽ കഴിയുമ്പോൾ നല്ലോണം വെന്ത് കിട്ടും. ഇത് വെന്ത മത്തങ്ങ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ലോണം വെന്തിട്ടുണ്ട് ഈ മത്തങ്ങ, നിങ്ങൾക്ക് കാണാം ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കാം. തേങ്ങ റെഡിയാക്കുന്നതിന് നമ്മൾ ഈ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അല്പം ജീരകം ഇടുക, അല്പം മഞ്ഞൾപ്പൊടി ഇടുക, ഒരു ചെറിയ കഷ്ണം സവാള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കുക. മിക്സിക്കകത്ത് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇത് തേങ്ങ കൂടുന്തോറും കറിയുടെ ടേസ്റ്റ് കൂടും. നമുക്കിപ്പോൾ ഒരു അല്പം തേങ്ങ മതിയാവും ഇതിന്. നോർമൽ ഒരു 300 ഗ്രാം ആണല്ലോ ഇതിന്. ഇപ്പോൾ ഒരു അരമുറി വേണ്ട, കുറച്ച് തേങ്ങ മതിയാവും. കൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുകയാണ്. ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിനി ഈ വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. മത്തങ്ങ ഇപ്പോൾ തിളച്ച മത്തങ്ങ ഇങ്ങനെ എടുത്ത് പാത്രത്തിനകത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു, വെന്ത മത്തങ്ങ. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. അരപ്പും മത്തങ്ങയെല്ലാം കൂടി നല്ലോണം മിക്സ് ആവും. ഇപ്പോൾ തിളച്ച് വെന്ത് ഇത് രണ്ടെല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നതായിരിക്കും. മിക്സിയുടെ ജാറ് കഴിയുക വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് നല്ലോണം തിളപ്പിക്കുക. ഇത് ചെറിയ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഇപ്പോൾ പെട്ടെന്ന് തിളച്ച് വരും. ഇതിപ്പോൾ കുറച്ച് അളവിലേ ഉള്ളൂ. ഇത് വേഗം തന്നെ ഇത് തിളച്ച് വരുന്നതായിരിക്കും. മത്തങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് എപ്പോഴും മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് മത്തങ്ങ എന്ന് പറയുന്നത്. മത്തങ്ങ വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലും മത്തങ്ങ വേഗം മിക്കവാറും എല്ലാ വീട്ടിലും കാണും മത്തങ്ങ. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് അല്പം കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ്. ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് കടുക് ഇടുക, 2 വറ്റൽമുളക് ഇടുക, അല്പം കരിവേപ്പില ഇടുക. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അല്പം
നല്ല ടേസ്റ്റ് ഉണ്ട്. അല്പം അരിയും കൂടി ഇട്ട് വറക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഈ കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിടി അരി എടുത്തിട്ട് ഇതിൻ്റെ അല്പം അരി, ചാക്കരിയോ പച്ചരിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള പോലെ ഇതിൻ്റെ കൂടെ ഇട്ട് ഈ എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ കറിക്ക് അല്പം ടേസ്റ്റ് കൂടുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ധാരാളമായിട്ടുണ്ടെങ്കിൽ അല്പം തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലിലായി തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ തേങ്ങ കുറവായത് കാരണം തേങ്ങ ഇടുന്നില്ല. ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ കറിവേപ്പിലയും അല്പം അരിയും കൂടിയിട്ടാണ് വറുത്തിടുന്നത്. നല്ലോണം ചൂട് അല്പം അരി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം അരി നല്ല വറുത്ത ഒരു സ്മെല്ല്, പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് അല്പം 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ അരിയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടി കടുകിൻ്റെ എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നല്ലോണം വറുത്ത് കഴിയുമ്പോൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ മത്തങ്ങാക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും വളരെ ഫൈൻ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്.